ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. അത് നമ്മളിന്നിവിടെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി വെജിറ്റേറിയൻസ് ഒക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ ഈ മുട്ടയ്ക്ക് പകരം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒരുപാട് പുളിയില്ലാത്തത് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു 1/2 കപ്പാണ് തൈര് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ മുട്ടയാണ് ചേർത്തത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പകുതി സവാളയെ ഞാൻ എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം. ഇനി ക്യാപ്സിക്കത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി. 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താലും മതി. ക്യാപ്സിക്കം ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം 1 കപ്പ്, ഞാൻ മാവെടുത്ത അതേ കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. വേണമെങ്കിൽ മാത്രം ഇത് മിക്സ് ചെയ്തതിന് ശേഷം അഡീഷണലായിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരുപാട് തിക്കാവരുത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചേർത്തത്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു അല്പം സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ഞാൻ എടുത്തത്. അതുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി സോഡാപ്പൊടിയും വേണ്ട എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഈ മഞ്ഞൾപ്പൊടിയും ചേർക്കണ്ട, സോഡാപ്പൊടിയും ചേർക്കണ്ട. അപ്പോൾ ബാക്കിയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആ ഒരു കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ആ ഒരു പരുവം കറക്റ്റ് ആണോ എന്ന് നോക്കുക. വേണമെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും ഇളകി കിട്ടും. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഓരോ തവി മാവ് ഒഴിച്ച് നന്നായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു സവാളയും നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വേണം ഇത് ഒഴിച്ച് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് വെന്ത്, ആ മുകൾ ഭാഗം കൂടി ഒന്ന് വെന്ത് വന്നെന്ന് കണ്ടാൽ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 ഭാഗവും വെന്തിട്ട് നമുക്ക് അടുത്തത് ചുട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി, അതും പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം.